ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാവുന്നതിനിടെ ഏഷ്യൻ രാജ്യങ്ങളുടെ പിന്തുണ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം. ഇന്ത്യ ജപ്പാൻ 15ാമത് വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ടോക്കിയോയിലെത്തി. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം SCO ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൈനയിലേക്ക് യാത്ര തിരിക്കും. ജപ്പാനിലും ചൈനയിലും 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സാങ്കേതിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും സമാധാനം, സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും തന്റെ ജപ്പാൻ ചൈന സന്ദർശനം സഹായിക്കുമെന്ന് മോദി വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ ജപ്പാൻ 15ാമത് വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുടെ ക്ഷണം സ്വീകരിച്ചാണ് മോദി എത്തുന്നത്. ഇന്ത്യ ജപ്പാൻ സ്പെഷ്യൽ സ്ട്രാറ്റജിക് ആൻഡ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പിന്റെ അടുത്ത ഘട്ടത്തിന് രൂപം നൽകുന്നതിൽ മോദി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി മോദി കൂടിക്കാഴ്ച നടത്തും. AI, സെമി കണ്ടക്ടറുകൾ എന്നീ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കാനും നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഇരു നേതാക്കളും ചർച്ചകൾ നടത്തും. മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ജപ്പാന്റെ വ്യാപാര പ്രതിനിധി റിയോസൈ അക്കാസാവ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട US സന്ദർശനം റദ്ദാക്കിയെന്നാണ് റിപ്പോർട്ട്. ജപ്പാനിലെ സന്ദർശനത്തിന് ശേഷം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി മോദി ചൈനയിലേക്ക് യാത്ര തിരിക്കും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ ടിയാൻജിൻ നഗരത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് മോദി ചൈനയിലെത്തുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ഭീകരവാദം, വ്യാപാരം എന്നീ മേഖലകളിൽ ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും നടത്തും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തിയ US നടപടിയും ചർച്ച ചെയ്യും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ഉലയുന്നതിനിടെയാണ് മോദി ഏഷ്യൻ രാജ്യങ്ങളുടെ പിന്തുണ തേടുന്നത്. രാജ്യത്തിനുമേലുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. തീരുവ യുദ്ധത്തിനിടെയുള്ള മോദിയുടെ വിദേശ പര്യടനം ഏറെ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.